കോൺട്രിബ്യൂട്ട് രണ്ട് നമ്പർ വിഷ്ണു ജിത്തു നമ്പർ എത്ര ജിത്തു നമ്പർ എന്ന് പറയും അതൊരു നമ്പർ. പിന്നെ ഒന്ന് രണ്ടാമത്തെ തവണ കാണുമ്പോൾ ലക്ഷ്മി പറഞ്ഞതാണ് മരിച്ചയാൾ മരിച്ചു, പ്രയോഗിതായിരുന്നില്ല. ഇനി അയാളുടെ കുറെ ആക്രി സാധനങ്ങളുണ്ട്, അതൊക്കെ എടുത്ത് തൂക്കി വിൽക്കണം. ബാലഭാസ്കറിന്റെ മരണമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഓരോ ദിവസം കൂടുന്തോറും ഓരോ തെളിവുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് പോലീസുകാർ ഈ ഒരു വിഷയത്തെ വളരെ സീരിയസ് ആയിട്ട് അന്വേഷിക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി ഇതിനകത്ത് പറയേണ്ടതായിട്ടുള്ള കുറെ മെയിൻ പോയിന്റ്സ് ഉണ്ട്. ഇന്നലെ തൊട്ട് കുറെ കാര്യങ്ങൾ വെളിയിൽ വന്നിട്ടുണ്ട്. ആ കാര്യങ്ങൾ ഓരോന്നായിട്ട് ഞാൻ വായിക്കാം. കുറച്ച് നാൾക്ക് മുന്നേ തന്നെ എയർപോർട്ട് വഴി ഏകദേശം 1000 കിലോ ഗോൾഡ് കടത്തിയതിനെ പറ്റിയിട്ട് ഒരു DRI റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അതിൽ കാരിയേഴ്സ് ആയിട്ട് കുറച്ച് ആൾക്കാരുടെ പേര് പറയുന്നുണ്ടായിരുന്നു. അതായത് ഗോൾഡ് കാരിയേഴ്സ് ആയിട്ട് ആ ആൾക്കാരുടെ പേര് പറഞ്ഞതാണ് നമ്മൾ ഇതിനകത്ത് ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സംസാരിക്കേണ്ട ഒരു കാര്യം. അർജുൻ, റൂബൻ തോമസ്, പിന്നെ ഒരു ദീപുവും പിന്നെ ദീപുവിന്റെ വൈഫും. ഇവർ 3 പേരും ഇന്റർ കണക്റ്റഡ് ആണ് ആൻഡ് ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് 3 കീ മെമ്പേഴ്സ്: പ്രകാശൻ തമ്പി, വിഷ്ണു സോമസുന്ദരൻ, ബിജു മോഹനൻ. ഈ പറയുന്ന പേരുകൾ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. വിഷ്ണു സോമസുന്ദരനെയും പ്രകാശൻ തമ്പിയും വളരെ നന്നായിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിനകത്ത് കേൾക്കാത്തൊരു പേരായിരുന്നു രൂപൻ തോമസ് എന്ന് പറയുന്നത്, അല്ലെ? ഈ രൂപൻ തോമസ് എന്ന് പറയുന്ന ഒരു വ്യക്തി വിഷ്ണു സോമസുന്ദരന്റെ കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്ന സ്റ്റാഫാണ്. അതായത് അവിടുത്തെ എക്സ് എംപ്ലോയി ആണ് പുള്ളിക്കാരൻ. അപ്പം ഈ രൂപൻ തോമസിന്റെ വീടെന്ന് പറയുന്നത് ബാലഭാസ്കറിന്റെ വണ്ടി ആക്സിഡന്റ് നടന്ന സ്ഥലത്താണ് ഈ പറയുന്ന രൂപൻ തോമസിന്റെ വീട്. അപ്പൊ ഈ ഒരു വിഷയത്തിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് അറിയാം, സോബി ഇല്ലേ, കലാഭവൻ സോബി എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ പറയുന്ന രൂപൻ തോമസിനെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. എങ്ങനെ ഐഡന്റിഫൈ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു സംഭവം അതായത് ആക്സിഡന്റ് നടക്കുന്ന ആ ഒരു സ്ഥലത്ത് വെച്ചിട്ട് രൂപൻ തോമസിനെ കലാഭവൻ സോബി കണ്ടിട്ടുണ്ട്. അതായത് ആക്സിഡന്റ് നടന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ആ നാട്ടിലില്ലാത്ത കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നു എന്ന്. അത് മാത്രമല്ല കുറെ സാധനങ്ങൾ എടുത്ത് മാറ്റി, ആ പെട്ടികൾ കുറെ ഉണ്ടായിരുന്നു, പെട്ടികൾ എടുത്ത് മാറ്റി, അങ്ങനെയൊക്കെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ കൂടിയ ആൾക്കാരിൽ ഒരാള് ഈ രൂപൻ തോമസ് ആയിരുന്നു എന്ന് ഈ കലാഭവൻ സോബി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞ ആളുടെ ഫോട്ടോ കാണിച്ചപ്പോഴത്തേക്ക് പുള്ളിക്കാരെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട്. അതൊന്നും ഞാൻ എവിടെയും ചർച്ച ചെയ്യുന്നത് കണ്ടിട്ടില്ല കേട്ടോ. ഇപ്പൊ നിങ്ങൾ ആലോചിക്കും, ഇത്രയും ഭയങ്കര കണക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് പോലീസുകാർ ഈ ഒരു വിഷയത്തിൽ അന്വേഷിക്കുന്നില്ല? അത് മാത്രമല്ല, അർജുന ട്രിവാൻഡ്രത്തോട്ട് ബാലഭാസ്കർ കൊണ്ടുവന്ന സമയത്ത് ഡ്രൈവിംഗിന്റെ ആവശ്യമായി ഓരോരുത്തർക്ക് പോവുകയും പിന്നെ ചെറിയ ജോലിയൊക്കെ ചെയ്യുന്നുള്ള കാര്യമൊക്കെ ലക്ഷ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും അർജുനെ കൊണ്ടുവന്നത് എവിടെയായിരുന്നു? ഈ പറയുന്ന വിഷ്ണു സോമസുന്ദരൻ നടത്തിക്കൊണ്ടിരുന്ന കള്ളിനോ ഫുഡ് ഓട്ടോമേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിലായിരുന്നു. അതായത് അർജുൻ അവിടെയായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് കുറച്ച് നാള്. പിന്നെ അത് മാത്രമല്ല, കുറച്ച് നാൾക്ക് മുന്നേ ബാലഭാസ്കർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഫ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള. ആ വീഡിയോ നിങ്ങളെ ഞാൻ ജസ്റ്റ് കാണിക്കാം. കവടിയാറിലെ ഓഫീസിലാണ്. നാളെ ഇവിടുന്ന് അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ എറണാകുളം വരെ ഒരു ലോറിയിൽ കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോകുന്നു. കുറച്ച് മെഡിസിൻസും ബെഡ്ഷീറ്റ്സ്, അങ്ങനെ അത്യാവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടിയിലാണ് ഞങ്ങൾ സാധനങ്ങൾ കയറ്റുന്നത്. ഇതിലേക്ക് കയറ്റാൻ ഇനിയും സ്പേസ് ഉണ്ട് അതിനകത്ത് കയറാനായിട്ട്. അപ്പം ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻസ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ യു ആർ വെൽക്കം. ഒന്നുകൂടെ പറയാം, കവടിയാറിലെ സൺ ഹോംസിൻ്റെ ഓഫീസിൽ വെച്ചിട്ടാണ് ഈ കളക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ യു ആർ വെൽക്കം ടു കോൺട്രിബ്യൂട്ട്. രണ്ട് നമ്പർ വിഷ്ണു ജിത്തു നമ്പർ എത്ര ജിത്തു നമ്പർ എന്ന് പറയും അതൊരു നമ്പർ. പിന്നെ ഒന്ന് 9895196634. ഇതിലേതെങ്കിലും ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ നാളെ രാവിലെ 10 മണി വരെ കളക്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നാളെ 10 മണിക്കെങ്കിലും ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. സോ വെൽക്കം, താങ്ക് യു. ഈ വീഡിയോയിൽ കാണുന്ന ബാലഭാസ്കറിന്റെ കൂടെയുള്ള എല്ലാവരും ഗോൾഡ് സ്മഗ്ലിംഗ് കേസുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ്. ഇതിനകത്ത് പ്രകാശൻ തമ്പി, വിഷ്ണു സോമസുന്ദരനായാലും പിന്നെ ഒരു ജലീൽ, ജിത്തു, ഇവരെല്ലാവരും എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഈ ഗോൾഡുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, അതായത് ഇത്രയും തെളിവുകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് പോലീസുകാർ ഈ ഒരു വിഷയത്തിൽ മൗനം പാലിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു പക്ഷേ ഇനി പോലീസുകാർ മേ ബി ഇതിനെ പറ്റിയിട്ടുള്ള അന്വേഷിച്ച് കാണും. അന്വേഷിച്ച സമയത്ത് ഈ ആക്സിഡന്റുമായിട്ട് ബന്ധമില്ല എന്ന് ബോധ്യപ്പെട്ടതിന്റെ പേരിലും ആവാം. എനിക്ക് വ്യക്തമായിട്ട് എനിക്കത് പറയാൻ പറ്റത്തില്ലല്ലോ. ഇതിനെ പറ്റിയിട്ട് ഈ പറയുന്ന മീഡിയക്കാർക്കും പോലീസുകാർക്കൊക്കെ ഇതിനെ പറ്റിയിട്ട് സംസാരിക്കാൻ പറ്റും. നമ്മൾ ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് ഓരോ കാര്യങ്ങൾ അറിയുമ്പോൾ നിങ്ങളുടെ വന്നെടുത്ത് റിയാക്ട് ചെയ്യുന്നതെന്ന് മാത്രമാണ്. പിന്നെ അത് മാത്രമല്ല, അപ്പോൾ ഇത്രയും മരിച്ചിട്ട് ഏകദേശം 6 വർഷത്തിൽ പുറത്തായി, ഇതുവരെ ഒരു തുമ്പും ഇതിനെ കാണാൻ പറ്റിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എന്താണ് ഇതിനകത്തൊക്കെ പറയേണ്ടത്? ഇനി ഇതിനകത്ത് പറയേണ്ട വേറെ കുറച്ച് കാര്യമുണ്ട്. ഈ പറയുന്ന വിഷ്ണു സോമസുന്ദരന്റെ ഈ കമ്പനി ആയിട്ടുള്ള കള്ളിനോ ഫുഡ് ഓട്ടോമേഷനിൽ നിലവിൽ ഇപ്പോൾ ഉള്ള ഡയറക്ടേഴ്സും മുൻപേ ഉള്ള ഡയറക്ടേഴ്സും വെച്ച് നോക്കുമ്പോഴത്തേക്ക് അറിയാം, വിഷ്ണു സോമസുന്ദരൻ, ജയൻ രാജൻ, രാജപ്പൻ മഹേഷ്, വേറെ കുറച്ച് ആൾക്കാരൊക്കെയാണ്. അതിനകത്ത് മെയിൻ ഡയറക്ടറിൽ ഇരിക്കുന്ന ആളാണ് വിഷ്ണു സോമസുന്ദരൻ. അപ്പോൾ ആ ഒരു വിഷയത്തിനകത്ത് നിങ്ങൾക്ക് സംശയമില്ലല്ലോ. ഇനി ഇതിനകത്ത് വേറൊരു കാര്യം ഞാൻ പറയാം. KSRTC ഡ്രൈവർ ഉണ്ടായിരുന്നല്ലോ ഈ ഒരു വിഷയം കണ്ട്, അതായത് ബാലഭാസ്കർ ആയിരുന്നു വണ്ടി ഓടിച്ചതെന്ന് പറഞ്ഞ വ്യക്തി. ആ KSRTC ഡ്രൈവർ ഇപ്പം ദുബായിലെങ്ങാണ്ട. ആ പുള്ളിക്കാരനെ പറ്റിയിട്ട് ഒരു ആർട്ടിക്കിൾ ഞാൻ ഇങ്ങനെ വായിച്ചിട്ടുണ്ടായിരുന്നു. ദ KSRTC ഡ്രൈവർ ഹു ഗേവ് ദി സ്റ്റേറ്റ്മെന്റ് ദാറ്റ് Violins Balabhaskar died in an accident was today revealed to be a driver under the UAE government through the UAE consulate.
പുള്ളിക്കാരൻ ഇപ്പോൾ UAE ഗവൺമെന്റിന്റെ ഒക്കെ ഡ്രൈവറായിട്ട് പോവുകയാണ്. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പുള്ളിയായിരുന്നു വ്യക്തമായിട്ട് പറഞ്ഞത് ബാലഭാസ്കർ ആയിരുന്നു വണ്ടി ഓടിച്ചതെന്നും. പിന്നെ അതിനുശേഷം കഴിഞ്ഞപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ പുള്ളിക്കാരൻ്റെ വാനിഷായ കണക്കാണ്. ഈ പുള്ളിയെ പറ്റിയിട്ട് ഒന്നും അറിയുന്നില്ലായിരുന്നു. ഇടയ്ക്ക് വെച്ചിട്ട് ഒരു വോയിസ് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ കണ്ട കാര്യങ്ങൾ ഞാൻ എവിടെയും വിളിച്ച് പറയും അതാ ഇതാന്നൊക്കെ. പിന്നെ ഈ പുള്ളിക്കാരനെ പറ്റിയിട്ട് ഇപ്പോൾ ഒരു വിവരവും ഇല്ല. ഇപ്പോൾ UAE ഗവൺമെന്റിന്റെ ഡ്രൈവറാന്നൊക്കെയുള്ള രീതിയിലാണ് പറയണത്. ഇന്നലെ മറുനാടൻ എന്ന് പറയുന്ന ചാനലിനകത്ത് ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അതായത് ബാലഭാസ്കറിന്റെ ഫ്രണ്ടായിട്ടുള്ള ഈ പറയുന്ന ലക്ഷ്മിയുടെ ഫ്രണ്ടായിട്ടുള്ള ജോയ് എന്ന് പറയുന്ന ഒരാളുടെ വോയിസ് ആണ്. അത് നമുക്കൊന്ന് കേട്ട് നോക്കാം. ലക്ഷ്മി ബാലഭാസ്കർ മരിച്ചത് നന്നായി എന്നാണ് ലക്ഷ്മിക്ക് തോന്നലെന്നൊരു അഭിപ്രായം ജോയി പറഞ്ഞായിരുന്നല്ലോ. എന്ത് പറ്റി അങ്ങനെ പറയാൻ സാഹചര്യം? അത് ബാലഭാസ്കർ മരിച്ച ആ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഞാൻ ലക്ഷ്മിയെ കണ്ടിട്ടുണ്ട്. ലക്ഷ്മി ഹോസ്പിറ്റലായിരുന്നപ്പോൾ പോയി കണ്ടിട്ടുണ്ട്, ഓർമ്മ വന്ന ശേഷം. പിന്നെ ലക്ഷ്മി വീട്ടിലായിരുന്നപ്പോൾ രണ്ട് തവണ കണ്ടിട്ടുണ്ട്. ഈ രണ്ട് തവണയും ഒരു തവണ കാണുമ്പോൾ വേറെ ഇഷ്യൂസ് ഒന്നും പറയില്ല. രണ്ടാമത്തെ തവണ കാണുമ്പോൾ ലക്ഷ്മി പറഞ്ഞതാണ്, മരിച്ചയാള് മരിച്ചു, പ്രയോഗിതായിരുന്നില്ല, ഇനി അയാളുടെ കുറെ ആക്രി സാധനങ്ങളുണ്ട്, അതൊക്കെ എടുത്ത് തൂക്കി വിൽക്കണം എന്നാണ് ലക്ഷ്മി പറഞ്ഞത്. അത് ഒരുപക്ഷെ അവരുടെ ആ ട്രോമ സ്റ്റേജിൽ പറഞ്ഞതായിരിക്കാം. എങ്കിലും അങ്ങനെ ലക്ഷ്മി പറഞ്ഞിട്ടുണ്ട്. ജോയ് ഇപ്പോഴും ഈ ഒരു വിഷയത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. ഈ ന്യൂസ് കേരളം എന്ന് പറയുന്ന ഒരു ചാനലിലും പുള്ളി ഇതേ കാര്യങ്ങൾ തന്നെയാണ് വന്ന് പറഞ്ഞത്. പക്ഷെ ലക്ഷ്മി ഇതിനെ പറ്റിയിട്ടൊന്നും ഒരു കമാന്നൊരു അക്ഷരം വന്ന് പറഞ്ഞിട്ടില്ല. പുള്ളിക്കാരത്തി വളരെ കൂളായിട്ട് വന്നിരുന്ന് സംസാരിച്ചിട്ട് അങ്ങ് പോയി. അത് മാത്രമല്ല, ഈ തമ്പിക്ക് ഈ ഫോൺ കൊടുത്തൊക്കെയോ കേസ് ഉണ്ടല്ലോ, അതൊക്കെ വളരെ എന്ത് പറയണ്ടേ, ജസ്റ്റ് വളരെ സിമ്പിളായിട്ട് വന്ന് അവതരിപ്പിച്ചിട്ട് പോയത്. അതൊക്കെ മെയിൻ വൈറ്റൽ പോയിന്റ്സ് ആണ് ഈ ഒരു വിഷയത്തിൽ. അപ്പം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ട് ലക്ഷ്മി സംസാരിച്ചെന്ന് ഇതുവരെ എനിക്ക് പിടികിട്ടുന്നില്ല. അവന്റെ കുറെ ആക്രി സാധനങ്ങൾ ഇവിടെ കിടപ്പുണ്ട് എന്ന്, അതൊക്കെ പറക്കി വിൽക്കണമെന്ന്. പിന്നെ ഇതിനകത്ത് ജോയി തന്നെ പറയുന്നുണ്ട്, ഒരു പക്ഷേ മേ ബി സംസാരിച്ചത് അച്ഛനുമായിട്ടുള്ള ദേഷ്യത്തിന്റെ പുറത്തായിരിക്കുമെന്ന്, അങ്ങനെയും പറയുന്നുണ്ട്. ഇതിലെ ബാക്കിയുടെ കണ്ടുപോകാം. ഒരുപക്ഷെ അച്ഛനോടുള്ള വിരോധം കൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇതിനകത്ത്. അപ്പൊ ലക്ഷ്മിയോട് ചോദിക്കേണ്ട തരത്തിൽ ചോദിച്ചിരുന്നുവെങ്കിൽ, ചോദ്യങ്ങൾ കൃത്യമായിരുന്നുവെങ്കിൽ ലക്ഷ്മിയുടെ ഉത്തരങ്ങളും കൃത്യമായേനെ. ഇത് മനോരമ സ്റ്റൈലിൽ ഒരു മുറിവേൽപ്പിക്കാത്തൊരു ചോദ്യങ്ങളും അതിന് ഒട്ടും ഇതില്ലാത്ത ഉത്തരങ്ങളും നീതി പുലർത്താത്ത ഉത്തരങ്ങളുമാണ് ലക്ഷ്മി കൊടുക്കുക. അതിന്റെ ഫലം ലക്ഷ്മിക്ക് തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആളുകൾ മുഴുവൻ ലക്ഷ്മിയെ തെറി വിളിക്കുകയാണ്. ഈ ബാലഭാസ്കർ ലക്ഷ്മിയായിട്ടുള്ള നിങ്ങളുടെ ആ കുടുംബമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരുന്നു ജോയിയുടെ? ഈ ഒരു ഇന്റർവ്യൂ വന്നതിന് ശേഷം ഒരുപാട് സൈബർ ബുള്ളിങ് ഈ പറയുന്ന പെൺകുട്ടിക്ക് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലേ, നിങ്ങൾ തന്നെ ആലോചിക്കുക. ഈ ഒരു വിഷയത്തിൽ മിണ്ടാതിരുന്ന് ഇരിക്കുന്നതായിരുന്നു എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ലത്. ഇത് വന്നതിന് ശേഷം അതിൻ്റെ താഴെ തെറിവിളികൾ മാത്രമേ ഉള്ളൂ. കാര്യം നമുക്ക് എന്തെങ്കിലും സംശയങ്ങളോ ഡൗട്ടുകളോ ഉണ്ടെങ്കിൽ അത് നമ്മൾ ചോദിച്ച് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഒരാളെ പോയി തെറി വിളിച്ചിട്ടും അല്ലെങ്കിൽ ആ ആൾക്ക് പറയാൻ താല്പര്യമില്ലാത്ത കാര്യത്തിനകത്തോട്ട് അയാളുടെ വായിൽ കമ്പിട്ട് കുത്തിയിട്ടും വലിയ കാര്യങ്ങളില്ല. കാര്യം ലക്ഷ്മിയെ സംബന്ധിച്ചെന്ന് പറയുമ്പോഴത്തേക്ക് ലക്ഷ്മിക്ക് പറയാനായിട്ട് ഈ ഒരു വിഷയത്തിൽ കൂടുതൽ താല്പര്യങ്ങളില്ല. അതാണ് ഇതിൻ്റെ ഒരു വളരെ സത്യമായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഇത്തരത്തിലുള്ള ഈ മണ്ടത്തരങ്ങളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, ഈ ഇന്റർവ്യൂയും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നതായിരുന്നു ഏറ്റവും നല്ലത്. ഞാനും ബാലഭാസ്കറും കുട്ടിക്കാലം മുതലുള്ള കൂട്ടുകാരാ. ലക്ഷ്മിയെ ബാലഭാസ്കറിന് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഞാൻ. ലക്ഷ്മി എന്റെ സുഹൃത്തായിരുന്നു. ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുമ്പോൾ ലക്ഷ്മി ഹിന്ദി MA പഠിക്കാൻ എത്തിയതാണ്. അപ്പോൾ ബാലഭാസ്കറിനോട് അഡ്മിഷൻ കിട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ ലക്ഷ്മിക്ക് ബാലഭാസ്കറിനെ പരിചയപ്പെടുത്തി കൊടുത്തു. ഇതെന്റെ ഫ്രണ്ടാണ്, വയലിനിസ്റ്റ് ആണ്, സിനിമയൊക്കെ സംഗീതം ചെയ്ത ആളാണ്, പരിചയപ്പെടുത്തി കൊടുത്തു. ബാലുവിനും പരിചയപ്പെടുത്തി ലക്ഷ്മിയെ. അങ്ങനെ സൗഹൃദത്തിന് തുടക്കം കുറിച്ചത് ഞാനാണ്. മനസ്സിലായി. പിന്നെ ബാലഭാസ്കറിന്റെ വീട്ടുകാരായിട്ട് നല്ല ബന്ധമായിരുന്നു. പിന്നെ ഈ ബാലുവിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോഴും പിന്നെ അവരുടെ ഒരു ഹൈറാർക്കിയിലൊന്നും ഞാനൊന്നും വരില്ല. അവരൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഫാമിലിയാണ്. എല്ലാവരും പ്രശസ്തരാണ്, പാട്ടുകാരാണ്, വയലിൻ വായിക്കുന്ന ആളുകളാണ്, സമ്പന്നരാണ്. എന്നെ സംബന്ധിച്ച് കോളേജിൽ പഠിക്കുമ്പോഴോ ഇപ്പൊ പോലും അത്ര അവർക്കൊപ്പം റീച്ച് ചെയ്യാനുള്ള ശേഷിയൊന്നും എനിക്കില്ല. ഇതിന്റെ ഫുൾ ഭാഗം നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ മറുനാടൻ എന്ന് പറയുന്ന ചാനലിനകത്തുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു വിഷയമായിട്ട് ചുറ്റിപ്പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനിയെങ്കിലും ഇതിന്റെയൊക്കെ സത്യങ്ങൾ പുറത്ത് വരണം എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക.